ഹലോ, എല്ലാവർക്കും മണി ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പുതിയൊരു സംരംഭമാണ്. ആ സംരംഭം നിങ്ങളിൽ പലരും ചെയ്യുന്നുണ്ടാകാം. ഇനി പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾക്കാണെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ ഇൻഫർമേഷൻസ്. അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം. പണ്ട് കാലം തൊട്ട് നമ്മുടെ നാടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ പലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട്, ശരിയല്ലേ? ഈ മധുര പലഹാരങ്ങൾ ഇന്നും ധാരാളം വീടുകളിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആളുകൾ അവയുണ്ടാക്കി വിപണിയിൽ എത്തിക്കുന്നുണ്ട്. അതെ, ഇന്ന് നമ്മുടെ സംരംഭത്തിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ആ മധുര പലഹാര വിപണിയെക്കുറിച്ചാണ്. നമ്മുടെ പഴമയിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് നല്ല നല്ല മധുര പലഹാരങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരിക്കും. അവ നിങ്ങൾക്ക് അതേ ഗുണനിലവാരത്തിൽ വിപണിയിൽ എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അധിക വരുമാനമാകുകയും ഇന്ന് പുതുതലമുറയ്ക്ക് അവ പരിചയപ്പെടുത്താനുള്ള ഒരു അവസരമായി മാറുകയും ചെയ്യും. ഇത് നിങ്ങളുടെ വീട്ടിൽ നിന്നും ആരംഭിക്കാവുന്ന ഒരു ബിസിനസ് സംരംഭമാണ്. ഇതിന് വലിയ മുതൽ മുടക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങളിതിനെ കസ്റ്റമേഴ്സിനെ തേടിപ്പിടിച്ച് മാർക്കറ്റ് ചെയ്ത് വിൽക്കേണ്ട ആവശ്യകതയുമില്ല. അടുത്തുള്ള ഷോപ്പ് വഴിയോ ബേക്കറി വഴിയോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് വഴിയോ നിങ്ങൾക്ക് അല്ലെങ്കിൽ അയൽക്കാരിലോ നിങ്ങൾക്കിത് വിറ്റഴിക്കാവുന്നതാണ്. ഇതിന് നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. അതുമല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യാവുന്നതുമാണ്. നമ്മുടെ മുത്തശ്ശിമാർ അല്ലെങ്കിൽ മുത്തശ്ശന്മാർ പറഞ്ഞു തന്നിട്ടുള്ള പൊടിക്കൈകളും അവർ പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളും ഉപയോഗിച്ച് നല്ല നല്ല മധുര പലഹാരങ്ങൾ വിപണിയിൽ എത്തിക്കുകയാണെങ്കിൽ അതൊരു ബ്രാൻഡായി വളർത്താൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ ഒരു ബ്രാൻഡായി വളർന്നു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് ആരംഭിച്ച ഈ ബിസിനസ് സംരംഭം നാളെ വലിയൊരു ഫാക്ടറിയിലോട്ടോ അല്ലെങ്കിൽ മറ്റൊരു ബേക്കറിയിലേക്കോ മാറാവുന്ന രീതിയിലേക്ക് വളരുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ കഴിവുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ ചെയ്യുക. അത് നിങ്ങളെ സമ്പന്നനാക്കുന്നു മാത്രമല്ല, നിങ്ങൾക്കൊരു സ്വയം തൊഴിൽ കൂടി നൽകുന്നതാണ്. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.